എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് കീഴിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ഓർ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികയിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി 22 വേക്കൻസിയാണ്. SC 1, ST 5, OBC 4, EWS 5, ജനറൽ 7, PWBDക്ക് 3 വേക്കൻസി ഉണ്ട്. പ്രൈവറ്റ് സെക്രട്ടറി 20 വേക്കൻസിയാണ്. SC 5, ST 2, OBC ഇല്ല, EWS 3, ജനറൽ 10, PWBD 2 വേക്കൻസി. ശമ്പളം ലഭിക്കുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ 47,600 തൊട്ട് 1,51,100 വരെയാണ്. പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ 44,900 മുതൽ 1,42,400 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ നല്ല ശമ്പളത്തിലാണ് വേക്കൻസി ഉള്ളത്. ഇനി യോഗ്യത എന്താണ് വേണ്ടതെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻറ്റ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. എ സ്പീഡ് ഓഫ് 120 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ്. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ 1 മിനിറ്റിൽ 120 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഹാവിംഗ് നോളജ് ടു ഓപ്പറേറ്റ് അപ്പോൺ ദ സോഫ്റ്റ്വെയർ ലൈക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ്, എക്സൽ ഓർ പേജ് മേക്കർ. ഈ 3 സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം, നോളജ് ഉണ്ടാവണം. ഇതാണ് യോഗ്യത വരുന്നത്. ഈ 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി വരുന്നത് ഈ 2 തസ്തികയിലും 35 വയസ്സ് വരെയാണ്. ഇത് കൂടാതെ SC STക്കും OBCക്കും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ എക്സാമിനേഷൻ, സ്കിൽ ടെസ്റ്റ് കൂടാതെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനേഷൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും വെന്യൂ വരുന്നത് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, ഗുവാഹട്ടി, ലക്നൗ, അഹമ്മദാബാദ്, ഹൈദരാബാദ് ആണ്. കേരളത്തിലില്ല. നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ചെന്നൈ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് 2 സെൻറ്റർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാമിൻ്റെയൊക്കെ സ്കീം എങ്ങനെയാണെന്ന് നോക്കാം. റിട്ടൺ എക്സാമിനേഷൻ വരുന്നത് പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷ് ആണ്, 100 മാർക്ക്. അതിൽ വരുന്നത് essay ഓഫ് മിനിമം 250 വേർഡ്സ്, ലെറ്റർ റൈറ്റിംഗ്, പ്രിസേ റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ ആണ്. പേപ്പർ 2 ജനറൽ നോളജ് ആൻഡ് റീസണിംഗ്, 100 മാർക്ക്. ഇവിടെ വരുന്നത് ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ്, ലോജിക്കൽ റീസണിംഗ്, കറണ്ട് അഫയേഴ്സ് ആണ്. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ട് 100 മാർക്കിൻ്റെ. അത് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് അറ്റ് 120 വേർഡ് പെർ മിനിറ്റും ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറ്റ് 45 വേർഡ് പെർ മിനിറ്റും ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ട്. 75 മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത്. റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും. സ്കിൽ ടെസ്റ്റിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. എക്സാമിൻ്റെ കോൾ ലെറ്ററും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ കോൾ ലെറ്റർ നിങ്ങളുടെ മെയിലിലായിരിക്കും അയച്ചു തരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്, www.itat.gov.in. ഈ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ നോട്ടിഫിക്കേഷൻ വന്ന് 30 ദിവസത്തിനകമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് വരുന്നത് ജൂലൈ 18 ആണ്. അപ്പോൾ ജൂലൈ 18 തൊട്ട് 30 ദിവസത്തിനകം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, SC ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, PWBD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൂടി വെച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് 2 വർഷം പ്രൊബേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ കറൻ്റ്ലി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഗൂഗിൾ എടുത്തിട്ട് itat.gov.in
gov.in സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഇതാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 16 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.